ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്തു. മംഗളവാർത്ത ലഭിച്ച ഉടനെ മറിയം ചെയ്തൊരു കാര്യം ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മംഗളവാർത്ത ലഭിച്ചു, ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ മറിയം എന്താ ചെയ്തത്? നേരെ ഓടി ആരുടെ അടുത്തേക്കാ? എലിസബത്തിന്റെ അടുത്തേക്ക്. അവൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സന്തോഷത്തോടുകൂടി തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന മറിയത്തെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇതേ ഒരു ബന്ധം അല്ലേ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് പരിശ്രമിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം ലഭിച്ചാല് നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ വലിയവരാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ടോ മറ്റുള്ളവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ടോ സാധിക്കാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഒരുവൻ വേദനയെ അനുഭവിച്ച് കിടക്കുമ്പോഴും അവനെ കാണാതെ മുഖം തിരിച്ചു കടന്നു പോകുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തില് വലിയൊരു വെല്ലുവിളിയാണ്. വലിയൊരു മംഗളവാർത്ത ലഭിച്ചു അല്ലെ? ദൈവപുത്രന്റെ അമ്മയാകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഒരു മംഗളവാർത്ത ലഭിച്ചപ്പോഴും എലിസബത്തിനെ സഹായിക്കാനായിട്ട് സന്തോഷത്തോടുകൂടി മറിയം യാത്ര ചെയ്യുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ മനോഭാവം ഉണ്ടാവണം. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ചുറ്റുമുള്ളവരില് ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. വിശക്കുന്നവരായിട്ട്, വേദന അനുഭവിക്കുന്നവരായിട്ട് എൻ്റെ ദൈവം പലരിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടി അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരെയെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കാറുണ്ടോ? ഓരോ ദിനത്തിലും പലരെയും സഹായിക്കാനായിട്ടുള്ള അവസരങ്ങള് എൻ്റെ ദൈവം എനിക്ക് നൽകുന്നുണ്ട് അല്ലെ? പക്ഷെ പലപ്പോഴും മടി കാരണം, എൻ്റെ ജീവിതത്തില് ഞാനെന്ന ഭാവമുള്ളത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാതെ സ്വാർത്ഥതയോടുകൂടി മുന്നോട്ട് പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അവയെല്ലാം ഓർത്ത് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാം, ഒന്ന് എളിമപ്പെടാം. മറിയത്തെ പോലെ ജീവിതത്തില് എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, മറ്റുള്ളവരെ ദൈവത്തെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.